അച്ഛാ ഞാനേ ഒരു 10 മണിയാകുമ്പോ തിരിച്ചു വരും. അപ്പഴേക്ക് റെഡി നിൽക്കണം കേട്ടാ. അതെന്തിനാ? അതെന്തിനാന്നാ? അപ്പൊ പറഞ്ഞോക്കെ മറന്നാ? ഇന്ന് ഹോസ്പിറ്റലിൽ പോണ്ടേ? നമുക്കേ ഒരു വിശദമായിട്ട് ചെക്കപ്പ് എടുത്തിട്ട് തിരിച്ചു വരാം കേട്ടാ. ഞാൻ പോട്ടെ. എടാ മോനെ ഒന്ന് നോക്കും. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്താ എന്താ പ്രശ്നം? എന്താ എടാ എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? എടാ എനിക്ക് പഴയ പോലെ പറയത്തക്ക കുഴപ്പങ്ങളൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ എന്തിനാടാ വെറുതെ കൊണ്ടുപോയി കാശ് കളയുന്നേ? അച്ഛനല്ല അസുഖം ഉണ്ടോ തീരുമാനിക്കേണ്ട ഡോക്ടർമാരാ, മനസ്സിലായ? എടാ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അവരെ കാണേണ്ടതായിട്ടുള്ളൂ. അത് ശരി, അപ്പൊ പോണ്ടാന്നാണ് പറയണേ. ഓ എന്താ ചുമ്മാ അത്. പക്ഷേ നീയേ ശാലിനടുത്തൊന്ന് പോണേ. ശാലിനടുത്തേക്ക്? ആ അതെന്തിന്? എടാ എന്നെ രാവിലെ ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നു എങ്ങനെയെങ്കിലും നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിടണേന്ന്. കാര്യമൊക്കെ അവൾ തന്നെ പറയൂടാ. എനിക്കൊരു ഓട്ടോ ഉള്ളതാ. ഞാൻ അത് ശരിയല്ല, ഞാൻ അവളെ വിളിച്ച് പറഞ്ഞോളാം. അതിന്റെ അടിയിൽ ഇനി അച്ഛൻ്റെ ഒരു വെക്കാൻ നിക്കടെ പറയട്ടെ. എടാ നീ കിടന്ന് ശരിക്കും ഓടുന്നുണ്ടെന്ന് എനിക്കറിയാം, നന്നായിട്ട് അറിയാടാ. അതുകൊണ്ടാ ശാലിനി കാര്യം പറഞ്ഞപ്പോ നിന്നെ അങ്ങോട്ട് വിട്ടേക്കാന്ന് വാക്ക് കൊടുത്തതേ. അച്ഛാ അച്ഛൻ പറയുന്ന പോലൊന്നല്ല, ഓട്ടം പറഞ്ഞു കഴിഞ്ഞാ ധാരപ്പത്. അല്ല ആശാൻ എങ്ങോട്ടാ? എന്താടാ ആശാൻ അങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. നീ എന്താ ടാക്സി ഓടാൻ തുടങ്ങിയ? ഇത് നിങ്ങളുടെ ഫാമിലി ടൂറിന് വേണ്ടി റെന്റിനെടുത്ത കാറാ. എന്ത് ഫാമിലി ടൂറാ? പിന്നല്ലാതെ. ബാക്കി എല്ലാം ഇവിടെ സെറ്റായി കഴിഞ്ഞു. ഈ താക്കോലം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു. പിന്നെ നിങ്ങളായി നിങ്ങളുടെ പാടായി. ഉടനെ കൊണ്ടു ചെല്ലണമെന്ന് പറഞ്ഞ ഏടത്തേം എന്നെ വിട്ടതാ. അല്ല നിങ്ങൾ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ലേ? മനസ്സിലാക്കാൻ ഇത്രേ ഉള്ളൂ. ആശാനും ഏട്ടത്തേമ്മയും കുട്ടികളും കൂടി ഒരു ഫാമിലി ടൂർ പോകുന്നു. എവിടേക്കാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് ചെന്ന് ഏട്ടത്തേമ്മയോട് ചോദിച്ചാൽ മതി, പറഞ്ഞ് നല്ല വിശദമാക്കി തരും. പോടാവിടുന്ന്. എനിക്ക് വേറെ പരിപാടിയുള്ളതാ. അവന്റെ ടൂറ് എവിടേക്കാണ്? അവിടെ നിൽക്കാശാനെ. എന്ത് പരിപാടിയാ? നീ ചവിട്ടാടം വല്ലതും കളിക്കാൻ പോവാന്നോ? എടാ വല്ലപ്പോഴൊക്കെ ഇതുപോലുള്ള പരിപാടികളൊക്കെ ആയിട്ട് പോണം. ആ കുട്ടികൾക്കൊന്ന് സന്തോഷമാവട്ടെടാ. അച്ഛാ അത് പിന്നെ അച്ഛാ ഓട്ടം പറഞ്ഞ പോവായിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് പിന്നെ ഒരു പിന്നെ ഇല്ല. എടാ മോനെ, നിന്റെ ജീവിതത്തില് എപ്പോഴെങ്കിലും നിനക്ക് സന്തോഷം കിട്ടിയിട്ടുണ്ടോ? നീയും ശാലിനിയും തമ്മില് സന്തോഷത്തോടെ ഒന്നിച്ചൊരു യാത്ര എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നും പ്രശ്നങ്ങൾ തന്നെ. എടാ എല്ലാ കാര്യങ്ങളും ഭാര്യമാര് തുറന്നു പറയുമെന്ന് കരുതണ്ട. നമ്മളത് അറിഞ്ഞു തന്നെ ചെയ്യേണ്ടതേ. നിന്റെ ഭാഗത്ത് ഇങ്ങനെ നീക്കം ഉണ്ടാവാത്തതുകൊണ്ടാ ആ കൊച്ചു മുൻകൈ എടുത്ത് ഇത് പറഞ്ഞത്. അതുകൊണ്ടേ ഞാൻ പറയുന്നത് നീ പോവന്നെ വേണം കേട്ടോ. അതല്ല അച്ഛാ, എനിക്ക് ഓട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ആശാൻ ഓട്ടോ ഒക്കെ 1-2 ദിവസം ഓടില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.